This program in association with JMJ FinTech. നമുക്ക് ഇൻ്റർനാഷണൽ ഇ ടി എഫിൽ ഒരു ബെനിഫിറ്റ്സ് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മളുടെ നിയന്ത്രിക്കുന്ന നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ടെക്നോളജി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ആമസോൺ, ഗൂഗിൾ, മെറ്റ. നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് അനദർ ഫണ്ടാണ്. അപ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിലും കൂടെ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. NRIs ഇങ്ങനെ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ നാട്ടിലേക്ക് ധാരാളം ഫണ്ട് അയച്ചു കൊടുക്കാറുണ്ട് ആഘോഷങ്ങൾക്കായിട്ട്. അപ്പോൾ അത് നാട്ടിൽ എങ്ങനെയാണ് ഒരു ഫാമിലി നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടത്? നല്ല ക്വസ്റ്റ്യനാണ്. തീർച്ചയായിട്ടും നമ്മൾ NRIs അവിടെ ഹാർഡ് ഏൺഡ് മണിയാണ്. നമുക്ക് സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം അല്ലേ. ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുന്നതാണോ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കുന്നതാണോ? പുതിയ ജനറേഷന് പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊന്ന് പറയാം. ഓണം പർച്ചേസിങ്ങിൽ ഒരു ഫാമിലി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ മൈഫിൻ ടോക്സിൽ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ഏവർക്കും മൈഫിൻ ടോക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ NRIs ഇങ്ങനെ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ നാട്ടിലേക്ക് ധാരാളം ഫണ്ട് അയച്ചു കൊടുക്കാറുണ്ട് ആഘോഷങ്ങൾക്കായിട്ട്. അപ്പോൾ അത് നാട്ടിൽ എങ്ങനെയാണ് ഒരു ഫാമിലി നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടത്? നല്ല ക്വസ്റ്റ്യനാണ്. തീർച്ചയായിട്ടും നമ്മൾ NRIs അവിടെ ഹാർഡ് ഏൺഡ് മണിയാണ്. നമുക്ക് സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം അല്ലേ, വളരെ അധികമായിട്ട് സ്പെൻഡ് ചെയ്യാം. ബട്ട് നമുക്ക് അവിടെ നമ്മൾ ഈ ഒരു ഫിക്സഡ് ബഡ്ജറ്റ് വെച്ചിട്ട് ബാലൻസ് നമ്മൾ നീക്കി വെക്കണമെന്ന് പറഞ്ഞൊരു 50,000 ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന എമൗണ്ട് ചൈൽഡ് എഡ്യൂക്കേഷൻ, നമ്മളൊരു ഫ്യൂച്ചർ ലോങ് ടൈം ഗോൾ ഫിക്സ് ചെയ്യാം. ഒരു സ്മോൾ ക്യാപ്പ് SIPയിൽ നമ്മൾ ഒരു ലോങ് ടൈമിലേക്ക് പ്ലാൻ ചെയ്യാം. ദെൻ ഒരു റിട്ടയർമെൻറ്റ് NRIs ആകുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലേക്ക് വേണം. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഒരു സ്വാഭാവികമായിട്ടൊരു എമൗണ്ട് നമ്മൾ ഈ ഓണക്കാലത്ത് തുടങ്ങി വെക്കാനുള്ള ഒരു അതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഒരു സ്പെൻഡ് പ്ലസ് ഒരു ഭാവിയിലേക്കുള്ള ഒരു കരുതൽ. അതുപോലെ ഈ ഫെസ്റ്റിവൽ സീസണിൽ നമ്മൾ കുറേ പരസ്യങ്ങൾ കാണാറുണ്ടല്ലോ, ഗോൾഡ് വാങ്ങുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുന്നതാണോ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കുന്നതാണോ നമുക്ക് നല്ലത്? ഇത് സോഷ്യൽ മീഡിയ എടുത്തത് മാത്രമേ ഉള്ളൂ, എന്നാലും പറയാം. നമ്മൾ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രഡീഷണൽ ഗോൾഡ്സ്, ആഭരണത്തിൻ്റെ ഒരു ഭംഗി, അതൊക്കെ അങ്ങനെ തന്നെ വേണം. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾഡ് ETF, ഡിജിറ്റൽ ഗോൾഡ് ആൻഡ് സോവറിൻ ഗോൾഡ് ബോണ്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതിന് 2.5% അഡീഷണൽ ഇതുണ്ട്. പിന്നെ ലിക്വിഡിറ്റി ഫാക്ടേഴ്സ് ഉണ്ട്, അസറ്റിൻ്റെ അപ്രിസിയേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇത്രയും വോളാറ്റിലിറ്റി നിൽക്കുന്നുണ്ട്, ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗോൾഡിൽ ഒരു പെർസെൻറ്റേജ് ചെയ്യാം. ദാറ്റ്സ് ഗുഡ് വൺ. ഓക്കെ. അതുപോലെ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പുതിയ ജനറേഷന് പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊന്ന് പറയാം. പുതിയ ജനറേഷൻ SIP തുടങ്ങട്ടെ. പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഇപ്പം നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഫോർ ലോങ് ടൈം, നമുക്കൊരു 10 ഇയറൊക്കെ നമുക്ക് അവർക്ക് ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഒരു സ്മോൾ ക്യാപ്പിൻ്റെ പല ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങാം. അതിൽ നമുക്ക് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. പിന്നെ റിയൽ എസ്റ്റേറ്റ് ട്രേഡ് ഫണ്ട്സ് ഉണ്ട്, ട്രസ്റ്റ് പോലത്തെ ഉള്ള, അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ പുതിയ നമുക്ക് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്, അതിൽ നമുക്കൊന്ന് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ ETF-ഉം REITs-ഉം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്താണ്? ഓക്കെ, സിമ്പിളാണ്. ഇൻ്റർനാഷണൽ ETF എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ നാസ്ഡക്കിലുള്ള ETF മീൻസ് ഇക്വിറ്റി പ്ലസ് ബോണ്ടിൻ്റെ ഒരു മിക്സ് ആണല്ലോ, സ്വാഭാവികമായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇൻ്റർനാഷണലി അതിനെ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലെ നമ്മളെന്താ സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമായി നിലനിർത്തേണ്ട ആവശ്യമില്ല, ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്യാം. ഐ തിങ്ക് $2.5 ലക്ഷം വരെ ഒരു ഇന്ത്യൻ പൗരന് വിദേശത്ത് നിക്ഷേപിക്കാം. അതൊരു ഓപ്ഷനുണ്ട്. നമുക്ക് ഇൻ്റർനാഷണൽ ETF-ൽ ഒരു ബെനിഫിറ്റ്സ് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മളുടെ നിയന്ത്രിക്കുന്ന, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ടെക്നോളജി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ആമസോൺ, ഗൂഗിൾ, മെറ്റ, ദെൻ അതേപോലെയുള്ള ഇപ്പോൾ ടെസ്ല, അത്തരമുള്ള കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് നമുക്ക് ഒരുപാട് എമൗണ്ട് വേണ്ട. അതിൻ്റെ ഷെയർ വാങ്ങുവാണെങ്കിൽ വലിയ എമൗണ്ട് വേണ്ടി വരും. ദെൻ ബോണ്ട്സിൽ അവരുടെ നാസ്ഡക്കിൽ ലഭ്യമായിട്ടുള്ള ബോണ്ടിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് മോത്തിലാൽ ഓസ്വാളിനൊക്കെ നല്ല വളരെ പെർഫോമിംഗ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ETF-കളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈഡ് ആവുന്നു.
അതിനപ്പുറത്തേക്ക് വലിയ ടെക്ക് അതിൽ നമുക്ക് ചെറിയ തുകയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും മന്ത്ലി. അതാണ് ഒരു ഓപ്ഷൻ. 2 റിയൽ എസ്റ്റേറ്റ്. ഇപ്പം റിയൽ എസ്റ്റേറ്റിൻ്റെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് അനദർ ഫണ്ടാണ്. നമ്മളിപ്പോൾ ഒരു SIP സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കാണെങ്കിലും അല്ലെങ്കിൽ അവർ പല ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയാറുണ്ടല്ലോ. ഇപ്പം ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ്, ഇപ്പോൾ ഇൻ്റർനാഷണൽ നമ്മൾ പറഞ്ഞു, ഗോൾഡിലൊരു പെർസെൻറ്റേജ് വേണമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മളിപ്പോൾ ഇത്രയും വൊളാറ്റിലിറ്റി ഗ്ലോബൽ ക്യൂസസ് ഒക്കെ ആയിട്ട് വളരെ മാർക്കറ്റിന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിലും കൂടെ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. റിയൽ എസ്റ്റേറ്റിൽ ഈ പറയുന്ന ട്രസ്റ്റുകൾക്ക് പല സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടി ഓൺ ചെയ്തിട്ടുണ്ടാകും. അവരതിൻ്റെ റെൻറ്റ് വാങ്ങും. അപ്പോൾ റെൻറ്റ് നമുക്ക് ഡിവിഡൻ്റായിട്ട് കിട്ടും. ഒരു ഫിക്സഡ് ആയിട്ട് കിട്ടും. അറൗണ്ട് 2% ക്വാർട്ടർലിയൊക്കെ, ഒരു ആവറേജ് ഒരു 6% റെൻറ്റ് കിട്ടും. പിന്നെ പ്രോപ്പർട്ടിയിലുള്ള അപ്രിസിയേഷൻ കിട്ടും. അപ്പം നമുക്കൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു 1 CR ഒക്കെ വേണമെന്ന് വിചാരിക്കുക, അല്ലെ 1 CR 50 lakhs ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യയിലുള്ള വളരെ ആദ്യം തുടങ്ങിയ കമ്പനികൾക്കൊക്കെ തന്നെ ഇപ്പോൾ ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ, പൂനെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അവരത് റെൻറ്റിന് കൊടുക്കുന്നു, അവരതിൻ്റെ റെൻറ്റ് വാങ്ങുന്നു, ആ റെൻറ്റിൻ്റെ ഒരു വിഹിതം നമുക്ക് തരുന്നു, പ്രോപ്പർട്ടി അപ്രിസിയേഷൻ ഉണ്ടാകുന്നു. ഈവൻ നമുക്കൊരു 10,000 ഉണ്ടെങ്കിൽ വെച്ച് തുടങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ നമ്മളത് വിറ്റ് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ലിക്വിഡിറ്റി ഈസി ആയിട്ട് ലിക്വിഡ് നമുക്ക് എടുക്കാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ വൺ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ റിയൽ എസ്റ്റേറ്റ് സെക്ടർ, നമ്മൾ ഡയറക്റ്റ് പോയി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഹ്യൂജ് എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിന് പകരം നമ്മൾ ചെറിയ എമൗണ്ട് വെക്കുന്നു. ദാറ്റ്സ് ഓൾ. നമ്മുടെ ചാനൽ കാണുന്ന പലരും പറഞ്ഞിട്ടുണ്ട് ഈ SIPനെ കുറിച്ചോ ഇൻവെസ്റ്റ് ചെയ്യുക ഇതിനെക്കുറിച്ചൊന്നും അവരധികം ചിന്തിച്ചിട്ടില്ല, ഇത്രയും സീരിയസ് ആയിട്ട് അതിനെ കണ്ടിട്ടില്ലായിരുന്നു. കയ്യിൽ പൈസ ഉള്ളപ്പം എന്തിലേലും സേവ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം എന്നായിരുന്നു. പക്ഷെ നമ്മുടെ പല പ്രോഗ്രാംസും കണ്ടതിന് ശേഷം അവർക്ക് മനസ്സിലായി മാസം ഒരു ചെറിയ എമൗണ്ടെങ്കിലും തുച്ഛമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കത് വളരെ പ്രയോജനപ്പെടും. അതുപോലെ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ, 200 രൂപ അങ്ങനെ എന്തോ സംതിങ് ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ആ കുട്ടിക്ക് ഇത്ര ഒരു എമൗണ്ട് കിട്ടും. ഇതൊന്നും സാധാരണക്കാരങ്ങനെ ചിന്തിക്കാറില്ല, കണക്ക് കൂട്ടാറില്ല. എല്ലാം പൈസ കയ്യിൽ വന്നതിന് ശേഷം ചെയ്യാം എന്നാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോൾ അതിലൊരുപാട് മാറ്റം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പ്രേക്ഷകരൊക്കെ അങ്ങനെ നമ്മുടെ യഥാർത്ഥത്തിലൊരു ഇൻറ്റൻഷൻ മനസ്സിലാക്കുകയും ഒരു ചേഞ്ചിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ അത്രയും ഹ്യൂജ് റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലേ? സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഉണ്ട്, ഫിനാൻസിൻ്റെ എക്സ്പേർട്സ് ഉണ്ട്, അറൗണ്ട് 30 yearsഉം 20 yearsഉം ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള, സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട്സിലും അല്ലെങ്കിൽ ലോൺസിലും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള, അതിനെക്കുറിച്ച് പറയാൻ കഴിവുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് ഗസ്റ്റിനെയും കൊണ്ടുവരുന്നുണ്ട്. സാറ് മുമ്പ് പറഞ്ഞില്ലേ ഗോൾഡ് ETF-നെ കുറിച്ചിട്ട്, അപ്പോൾ ഞാനിപ്പോഴാണ് ഓർത്തത്. സോവറിൻ ഗോൾഡ് ബോണ്ടിനെ പറ്റിയിട്ട് ഒന്ന് സംസാരിക്കാമോ? ഓക്കെ. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഡിജിറ്റൽ ടൈപ്പ് ഓഫ് ഒരു നമ്മൾ ഫിസിക്കൽ അല്ലാത്ത രീതിയിലുള്ള ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. നമ്മൾ നോർമലി ഒരു 2.5% ഇയർലി ഇൻട്രസ്റ്റ് അതിന് അഡീഷണൽ കിട്ടും. ഒപ്പം ഗോൾഡിലുള്ള ഒരു വർധനവും നമുക്ക് അതിനകത്ത് കിട്ടും. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. നോർമലി അത് ചില സമയങ്ങളിൽ നമുക്ക് വാങ്ങാനായിട്ട് അല്ലാതെ തന്നെ നമുക്ക് കിട്ടാറുമുണ്ട്. കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാനും പറ്റും. അത് മീൻസ് അതായത് ഒരാൾ എടുത്തു വെച്ചു, അയാൾക്കത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീവാങ്ങാം. സാർ ഈ SIPനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ഈ SWPനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. നമ്മൾ SIPയുടെ നേരെ ഓപ്പോസിറ്റാണ് SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നമ്മൾ SIP വഴി വലിയൊരു അക്യുമുലേറ്റഡ് ഘട്ടം ഘട്ടമായി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പണം ഉണ്ടാക്കുന്നു. ഓക്കെ. അപ്പോൾ ആ ഒരു എമൗണ്ട് ഒരു 1 crore ആയി. അപ്പോൾ നമ്മളത് വിഡ്രോ ചെയ്യാം. 1 crore വിഡ്രോ ചെയ്യുമ്പോൾ അത് മന്ത്ലി ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി അതല്ല, നമുക്കൊരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് SWP ആക്കിയിട്ട് മാറ്റാം, വിഡ്രോ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ EMI ലോണോ ഒന്നും ഇല്ലാതെ അടുത്ത വർഷം നമുക്ക് ഒരു ഓണം എല്ലാ വർഷവും ഓണത്തിൻ്റെ സമയത്ത് പർച്ചേസ് എന്നുള്ള നിലയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്. അപ്പോൾ അതിനകത്തൊരു മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു 10 to 12% ബിറ്റ്വീൻ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിഡ്രോവൽ ആകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഈസി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് വരും. നേരെ ഓപ്പോസിറ്റ്, നമ്മുടെ കയ്യിൽ ഉള്ളത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. ഈ SIP അടവിൽ മുടക്കം സംഭവിച്ചാൽ അത് നമ്മുടെ കോർപ്പസ് ഫണ്ടിനെ ബാധിക്കും? തീർച്ചയായിട്ടും ബാധിക്കും. കാരണം നമ്മൾ SIP എന്ന് പറയുന്നത് തന്നെ 2 ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് റുപ്പി കോസ്റ്റ് ആവറേജിങ്, 2 കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്.
ദെൻ മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ്റെ എഫക്റ്റും കിട്ടും. അപ്പോൾ റുപ്പി കോസ്റ്റ് ആവറേജിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും 5th നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് കട്ടാകുന്നെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഇപ്പോൾ ഒരു 10 rupees ഉള്ള ഒരു NAV ഉള്ളതായിരുന്നു നമ്മുടെ ആ സമയത്ത് 5th തീയതി വാല്യൂ എങ്കിൽ അടുത്ത മാസം അത് 8 ആയിരുന്നു. അപ്പോൾ നമ്മൾ SIP മുടങ്ങി, പിന്നെ നമ്മൾ അത് കൂട്ടി രണ്ടാമത് അടച്ചു, തൊട്ടടുത്ത് വരുന്ന മാസം അടച്ചു. പക്ഷെ നമുക്ക് 10ൽ നിന്ന് 8 പോയപ്പോൾ കിട്ടേണ്ടിയിരുന്ന അഡീഷണൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് കിട്ടാതെ വരും. അപ്പം മച്യൂരിറ്റിയിൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു നമ്മുടെ കയ്യിൽ എത്ര ആണോ അന്നേരത്തെ ആ ഒരു ഫണ്ടിൻ്റെ വില, അതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നില്ലേ, നമ്മൾ ഓരോ ഇടിവിലും നമുക്കത് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഏറ്റവും നല്ല ബെനിഫിറ്റ് കിട്ടുന്നത്. ഇപ്പം പുതിയൊരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് SIPs മന്ത്ലി എന്നുള്ളത് മാറ്റിയിട്ട് 5th-നും 20th-നും 2 രീതിയിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബലി പല ഫാക്ടേഴ്സ് കൊണ്ട് മാർക്കറ്റ് വോളറ്റൈലാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഇടിവിലും പർച്ചേസ് ചെയ്യാം. ഇപ്പം 5th തീയതിയിലത്തെ EMI ഡേറ്റിൽ അതിൻ്റെ വാല്യൂ NAV വാല്യൂ 100 rupees ആണ്. 20th തീയതി ആകുമ്പോൾ അത് 50 rupees എക്സാമ്പിളാണ്, 50 ആണെന്ന് വിചാരിക്കുക, 50 rupees ആണെന്ന് വിചാരിക്കുക. അടുത്ത 5ന് അത് ചിലപ്പോൾ 100 ആയിരിക്കും എന്ന് വിചാരിക്കുക, 110 ആണെന്ന് വിചാരിക്കുക. നമുക്ക് 20th തീയതി ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ് കിട്ടുക? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അഡീഷണൽ ബെനിഫിറ്റായിട്ട് മാറും. അപ്പോൾ SIPനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അത് 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നേ നമുക്കത് കട്ട് ചെയ്തിട്ട് നിലവിലുള്ളത് നമ്മൾ റിഡീം ചെയ്തിട്ട് നമുക്ക് പുതിയതായിട്ട് 2 ഡേറ്റുകൾ വെച്ചിട്ട് 5th തീയതിയും 20th തീയതിയും ഡേറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 5th-നും 20th-നുമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പുതിയൊരു ഫണ്ട് 20th-ന് ആരംഭിക്കാം. പഴയ പോലെ തന്നെ പെർഫോമിംഗ് ഫണ്ടാണെങ്കിൽ സെയിം ഫണ്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം. അതല്ലെങ്കിൽ പുതിയ ഒരു ഇപ്പം നമ്മൾ എല്ലാ പുതിയ ഫിൻടെക് ആപ്പുകളിലും തന്നെ മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 10,000 രൂപയാണ് EMIയിൽ SIPയിൽ 5th തീയതി കട്ട് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് 5,000 5th തീയതി, 20th തീയതി 5,000 കൂടെ മാറ്റാം. അപ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓണം പർച്ചേസിങ്ങിൽ ഒരു ഫാമിലി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാൻ നോക്കും, ഏറ്റവും കൂടുതൽ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ നോക്കും. ഇതൊക്കെ നമ്മുടെ ഒരു വളരെ കാലങ്ങളായിട്ട് ചെയ്തു പോകുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഓണം കാലത്ത് ഉള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫേഴ്സ് എന്ന് പറയുന്ന ഒരു മഹാബലി നീട്ടുന്ന പോലെയാണ് അല്ലേ. ഓഫേഴ്സ് ഉണ്ട്, ഡിസ്കൗണ്ട്സ് ഉണ്ട്, EMIs ഉണ്ട്. ബട്ട് നമുക്ക് അതൊരു ഫാമിലി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു കൃത്യമായ ബഡ്ജറ്റ് വെച്ച് മാത്രം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുകളിലേക്ക് പോയാൽ നമുക്ക് വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ്. ബേസിക്കലി നമുക്ക് കിട്ടുന്ന ബോണസിൻ്റെ 50% ഫോർ സ്പെൻഡ് ചെയ്യുക, 50% ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഈ ക്രെഡിറ്റ് കാർഡിൽ ബോണസ് നമുക്ക് കിട്ടുമ്പോൾ ആളുകൾ സാധാരണ ധാരാളം പൈസ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. പക്ഷെ പിന്നീട് ആ പേയ്മെൻറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല. ഇതൊരു നല്ല പ്രവണതയല്ലല്ലോ. നമ്മൾ ഓണക്കാലത്തെ ഈ ക്രെഡിറ്റ് കാർഡ് ഒരു മഹാബലി പോലെ നമുക്ക് തോന്നും. കാരണം ഈ പറഞ്ഞ ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ്, EMI സ്കീംസ്, ബോണസ് എല്ലാം നമുക്ക് തരുക. പക്ഷെ നമ്മൾ അടുത്ത മാസം തൊട്ട് അത് തിരിച്ചടയ്ക്കണമല്ലോ. ഈ തിരിച്ചടയ്ക്കേണ്ട സമയത്ത് നമ്മൾ ഒരു വർഷം നോക്കുവാണെങ്കിൽ, ഒരു മാസം നോക്കുവാണെങ്കിൽ 50,000 രൂപയുടെ പർച്ചേസിന് ഒരു വർഷം നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു 20,000 അഡീഷണൽ അടയ്ക്കേണ്ടി വരും. EMIയുടെ ആ ഒരു മിനിമം ഡ്യൂ ആണ് നമ്മൾ അടച്ച് നിലനിർത്തുന്ന ഒരു കേസിൽ. അപ്പോൾ 50,000 രൂപയുടെ പർച്ചേസ് കോസ്റ്റ് മീൻസ് അത് 70,000 ആയിട്ട് മാറും. നമ്മളിപ്പോൾ നോക്കുമ്പോൾ 50,000 രൂപ നമ്മൾ കൊടുക്കുന്നുള്ളൂ, പക്ഷേ നമ്മൾ ആ പർച്ചേസിന് വേണ്ടി ചിലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് 70,000 ആണ്. ഇപ്പോൾ സപ്പോസ് മാവേലി വരുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക, അപ്പോൾ മാവേലി അതെങ്ങനെ യൂസ് ചെയ്യും? മാവേലിക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ ഐ തിങ്ക് മാവേലി 0 കോസ്റ്റ് EMI എടുത്തിട്ട് കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഫ്രീ ആയിട്ട് ലോൺ കൊടുക്കും, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ. ഒരു സാധ്യതയുണ്ട്. പിന്നെ അന്ന് ഈ ഓണസദ്യക്ക് ഉണ്ടായിരുന്നല്ലോ, ഇപ്പം മന്തിയൊന്നുമില്ല. പുള്ളി വേണമെങ്കിൽ അദ്ദേഹം ഈ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ പോയിട്ട് എല്ലാ മന്തികളും ഒന്ന് ടേസ്റ്റ് ചെയ്താന്ന് വിചാരിക്കും. കാരണം നോക്കുമ്പോൾ എല്ലാ പിള്ളേരും മന്തി ഷോപ്പിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതെന്താ പുതിയ പരിപാടി എന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കിയേക്കാം. വേറൊരു ഗുണമുണ്ട്, ഈ ക്രെഡിറ്റ് കാർഡിൽ വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ അസറ്റ് വെച്ചിട്ട് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടും. ഇപ്പം മഹാബലിക്ക് കിട്ടുവാണെങ്കിൽ വലിയ എമൗണ്ട് കിട്ടേണ്ട, കാരണം ആൾക്ക് ഒരു കടവ് ബാധ്യതയില്ല, നമുക്കുള്ള കടവ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമാണ് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒത്തിരി എമൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം അദ്ദേഹത്തിന് അത്ര അസറ്റ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് EMI ഇത് ഉപയോഗിച്ച് ഓണം ആഘോഷിക്കുന്നവർക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു അഡ്വൈസ് പറയാമോ? തീർച്ചയായിട്ടും 4 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, നമ്മളൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യണം.
നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, നമുക്ക് നമ്മുടേതായ ഒരു ബഡ്ജറ്റ് വേണം. സെക്കൻഡ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ മാക്സിമം 40% മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. തേർഡ്, നമുക്ക് ഈ എടുക്കുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ ഡ്യൂസ് മിനിമം ഡ്യൂ അല്ലാതെ ഫുൾ എമൗണ്ട് നമ്മൾ ഈ മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അടച്ച് സെറ്റിൽ ചെയ്യണം. ഫോർത്ത്, നമ്മൾ 50% ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, 50% ഫോർ സ്പെൻഡ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഓണത്തിന്, അടുത്ത ഓണം വളരെ അടിപൊളിയായിട്ട് നമുക്ക് ആഘോഷിക്കാം. ഈ ഓണം അതിനേക്കാൾ നമ്മളെന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഒരു സമൃദ്ധി അതിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുത്തു എന്നുള്ള ഒരു കോൺഫിഡൻസും നമുക്ക് കിട്ടും. ഇന്ന് നമ്മൾ ഈ സംസാരിച്ച വിഷയം EMIയും ക്രെഡിറ്റ് കാർഡും ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു ഓണം ആഘോഷിക്കാമെന്നാണല്ലോ. അപ്പോൾ നമ്മളത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുക, കടവും ബാധ്യതയും ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും മൈഫിൻ TVയുടെ ഓണാശംസകൾ. In association with JMJ Fintech.